ഇതിലൂടെ പോയാൽ ആഫ്രിക്ക പെൻഗ്വിൻസ് നമുക്ക് കാണാൻ പറ്റും. ഗായ്സ്, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അണ്ടർ വാട്ടർ ലങ്കാവിയിലെ ഫേമസ് അണ്ടർ വാട്ടർ വേൾഡിലാണ് നമ്മൾ വന്നിട്ടുള്ളത്, ലങ്കാവിയിലെ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ബീച്ചിൻ്റെ അടിയിലൂടെയുള്ള അക്വേറിയം പോലുള്ള കുറച്ച് കാഴ്ചകളും അതിൻ്റെ എന്തൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയാലെന്നാ. നമ്മൾ ആദ്യത്തെ കാഴ്ച ഫസ്റ്റ് എൻട്രിയിൽ തന്നെ ഒരു അണ്ടർ വാട്ടർ വെള്ളത്തിൻ്റെ അടിയിലുള്ള കുറേ മീനുകളെ കാണുന്നത് കേട്ടോ. നമ്മളെ നാട്ടിൽ നിന്ന് കാണാത്ത മീനുകളാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കേട്ടോ. നമ്മുടെ ടൈം ഡേറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അണ്ടർ വാട്ടർ നമുക്ക് പെർമിഷനിലെ ടിക്കറ്റാണ് കേട്ടോ. ഈ ഫിഷിൻ്റെ പേരാണ് ഫാറ്റ് ടൈൽഡ് ജക്കോ ആണ് ഇതിൻ്റെ മെയിൻ. ആ മീൻ ഫിഷാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്ക് നമ്മൾ പോകാൻ കുറേ വലിയ വലിയ മീനുകളും അതിൻ്റെ കുട്ടികളുമായിട്ടുള്ള മീനാണിത്. പാമ്പാണ് ഗായ്സ്, പാമ്പ്. അമേരിക്കൻ സ്നേക്ക് പറഞ്ഞിട്ടുള്ളൊരു സ്നേക്ക് പാമ്പാണിത്. ഫ്രോഗാണ്, തവളയാണ് കേട്ടോ. കാണുന്നുണ്ടോ? ആഫ്രിക്കൻ ജയന്റ് ബെൽഫോം. ഇവിടെ ഫ്ലമിംഗോ ഡൗ കാണാൻ പറ്റുന്നുണ്ട്. ഫ്ലമിംഗോ പറഞ്ഞാൽ കൊക്കല്ലേ, കൊറ്റിയ കൊക്കോ, അതിലേത് ഒന്നാണ് ഫ്ലമിംഗോ. അക്വേറിയത്തിലുള്ള ഫിഷിനെ കാണാൻ എന്ത് ഭംഗിയാണത്. ഇവിടെ വാഴകളും നല്ല ചെടികളും ഒക്കെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ വെള്ളങ്ങൾ ഭയങ്കര ഭംഗിയാണ്. ഇവർ വഴി ഉണ്ടാക്കിക്കണത് കല്ലുകളും. ഒരു മീന് നമ്മളെ ചുറ്റി ഇങ്ങനെ കറക്കുക കേട്ടോ. കാരണം നിങ്ങൾ നോക്കി നോക്കി ഉണ്ടോ, ചുറ്റി കറക്കുക നമ്മളെ. അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കണില്ല, അങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ രസത്തിന് കളിക്കുകയാണ് ശരിക്കും. കളിക്കണ കാണാൻ പറ്റും. കേട്ടോ, കൂടെ അങ്ങനെ വരും. ആഫ്രിക്കൻ പെൻഗ്വിൻസ് ഇതേ വഴിയാണ് നമുക്ക് ഇനി പോകാനുള്ളത്. ഇതിലൂടെ പോയാൽ ആഫ്രിക്കൻ പെൻഗ്വിൻസ് നമുക്ക് കാണാൻ പറ്റും.
നമ്മളെ തലയുടെ മുകളിൽ കൂടെ എല്ലായിടത്തും കൂടെ മീൻ പോണ കാഴ്ച നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ? ഇതേതൊക്കെ മീൻ? ആഫ്രിക്കൻ പെൻഗ്വിനാണോ? പെൻഗ്വിനില്ലേ? പെൻഗ്വിൻ, ആഫ്രിക്കൻ പെൻഗ്വിനാണ് കേട്ടോ. ഐറ്റൊക്കെ എന്ത് ഭംഗി അറിയാം അല്ലേ? പെൻഗ്വിൻസ് ഇങ്ങനെ ആഫ്രിക്കൻ പെൻഗ്വിനുകളെ ജീവിതം ഐറ്റങ്ങനെ കളിക്കണം. എല്ലാതും നമുക്ക് ഇത് കാണാൻ പറ്റും. അതിൻ്റെ മണലിങ്ങനെ മണലാണ് കേട്ടോ. അത് വെള്ളത്തെ മണലിൽ കളിച്ചാണ്. അതിൻ്റെ മുകളിൽ വെള്ളം. ഇതേമാതിരി കുറച്ച് കല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് എന്താ, ഇത് ആർട്ടിഫിഷ്യലാണോ ശരിക്കും ഉള്ളതാണോ എന്തോന്നും അറിയില്ല കേട്ടോ. റിബോൺസി ജെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ജെല്ലി ഫിഷ് ആണ് കേട്ടോ നമുക്ക് ഈ ഗ്ലാസ്സിൽ കാണാൻ പറ്റുന്നത്. നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണത്. ഈ അക്വേറിയം കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ മീനുകളിങ്ങനെ ഒഴുകി പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരാളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഫിഷുകളെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ലെവലിൽ മൂപ്പര് ഓക്സിജൻ കൊടുക്കാവാം. ചിലപ്പോൾ അതിനെന്തേലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ പൈപ്പ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക കേട്ടോ. അതേപോലെ തന്നെ ഒരു മീനിനെ പിടിച്ചിട്ട്, മീനല്ല ആമ, വലിയൊരു ആമയാണ് കേട്ടോ. ആമയെ പിടിച്ചിട്ട് അതിനെന്തോ ഓക്സിജനോ ശ്വാസം നേരത്തെ റെഡിയാക്കണതിൻ്റെ ഭാഗമായി അതിനെ പിടിച്ചിരിക്കുന്നുണ്ടോ. കറക്റ്റിന് ഓക്സിജൻ കൊടുക്കാവും, ചിലപ്പോൾ അതാവാം, എന്താണെന്ന് അറിയില്ല കറക്റ്റായിട്ട്.
അതേപോലെ തന്നെ ഒരു മലമുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരിക, അതായത് വെള്ളച്ചാട്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഇതൊക്കെ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചത് തന്നെയാണ്. ശരിക്കും ഇത് നാച്ചുറലായിട്ട് ഉള്ളത് മാതിരി നമുക്ക് എന്ത് തോന്നും, കാരണം കണ്ടാൽ മനസ്സിലാവും കല്ലുകളിലൂടെ ഇങ്ങനെ വരുന്നത്. പക്ഷെ അത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് നമുക്ക്.